നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നടിയും ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയുമായിരുന്ന രേണു സുധി. ക്യാൻസർ രോഗബാധിതയായി ചികിത്സയിലാണെന്ന വാർത്ത അടുത്തിടെ രേണു തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. നിലവിൽ ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി ഘട്ടത്തിലൂടെയാണ് രേണു കടന്നു പോകുന്നത്. പ്രതിസന്ധി ഘട്ടത്തിലും അതീവ ആത്മവിശ്വാസത്തോടെ രോഗത്തോട് പോരാടുന്ന രേണുവിന് മലയാള സിനിമാ സീരിയൽ രംഗത്ത് നിന്നും ആരാധകരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 15-ാം വയസ്സിൽ വന്ന മുഴ ക്യാൻസറായി മാറിയിരിക്കുകയാണെന്ന് അടുത്തിടെയായിരുന്നു രേണു സുധി തുറന്നു പറഞ്ഞത്. എന്നാൽ സുധിയുടെ മൂത്ത മകനായ കിച്ചു ഇതുവരെയും രേണുവിനെ കാണാൻ ചെന്നിട്ടില്ല. കിച്ചുവും രേണുവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അകൽച്ചയും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു. ഇപ്പോഴിതാ കിച്ചു പങ്കുവച്ച വീഡിയോയ്ക്ക് പിന്നാലെ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി. കിച്ചുവുമായുള്ള തന്റെ ചാറ്റുകൾ പരസ്യമാക്കിക്കൊണ്ടാണ് രേണു ഇത്തവണ ഇൻസ്റ്റഗ്രാമിലൂടെ കടുത്ത രീതിയിൽ പ്രതികരിച്ചത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ താനത് ചെയ്യില്ലായിരുന്നു എന്നാണ് രേണു വ്യക്തമാക്കുന്നത്. കിച്ചുവിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും രേണു ഇൻസ്റ്റഗ്രാം റീലിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തന്റെ സ്വന്തം മകൻ ഋതപ്പനേക്കാൾ കൂടുതൽ താൻ സ്നേഹിച്ചതും പരിഗണിച്ചതും കിച്ചുവിനെയായിരുന്നു എന്നും രേണു വീഡിയോയിലൂടെ പറഞ്ഞു. പണ്ടത്തെ കിച്ചു എന്ന രാഹുൽദാസിനെ കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ അറിയാമെന്നും രേണു പറഞ്ഞു. കിച്ചുവിന്റെ പഴയ കാലത്തെക്കുറിച്ച് ചില ഗുരുതരമായ സൂചനകളും രേണു തന്റെ പ്രതികരണത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കിച്ചു എന്ന രാഹുൽദാസിന്റെ പണ്ടത്തെ സ്വഭാവത്തെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും അറിയണമെങ്കിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ പോയി അന്വേഷിച്ചാൽ മതിയെന്നാണ് രേണു തുറന്നടിക്കുന്നത്. കിച്ചുമായി വ്യക്തിപരമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും രേണു ഇതിനൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. രേണു സുധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുറ്റപ്പെടുത്തിയവർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ കിച്ചു എന്ന രാഹുൽ ഒരു വീഡിയോയുമായി വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ കാരണമാണ് അമ്മയെ വെറുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുധിചേട്ടൻ മരിച്ച ശേഷം എന്ത് തുടങ്ങിയാലും അത് ഞാൻ കിച്ചുവിനെ അറിയിക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ ഇനി മേലാൽ ചെയ്യരുത് എന്നല്ല അവൻ പറഞ്ഞത്. അവനത് പറഞ്ഞിരുന്നുവെങ്കിൽ മോനെ കിച്ചു, അമ്മ അത് തുടങ്ങില്ലായിരുന്നു. പക്ഷേ മോൻ എന്താ പറഞ്ഞതെന്ന് അറിയോ? ഗുഡ് എന്ന് ചുണ്ടിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. അത്രയും നാൾ അവനൊന്നും പറഞ്ഞിട്ടില്ല. എത്രയോ പേരത് ചെയ്യുന്നു. അവർക്കില്ലാത്ത പ്രശ്നമാണോ എനിക്ക്? പൈസ കിട്ടുന്നല്ലോ. അന്ന് 2.5 ലക്ഷം രൂപയൊക്കെ എനിക്ക് കിട്ടിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കിച്ചു പുറത്തുവിടേണ്ട കാര്യമുണ്ടായിരുന്നു. കിച്ചുവിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതെ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത് ദയവ് ചെയ്ത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു ഈ അമ്മേനെ വെറുതെ വിടൂ. നീ എന്നെ നോക്കണ്ട, എനിക്ക് ഗുണവും ചെയ്യണ്ട, അമ്മ എന്നും വിളിക്കണ്ട. എന്നെ ദ്രോഹിക്കാതിരുന്നൂടെ ഇനിയെങ്കിലും. ഞാൻ മരിച്ചാൽ പോലും എനിക്ക് ഒന്നും ചെയ്യണ്ട. ഞാൻ പ്രസവിച്ച എൻ്റെ ഋതപ്പനേക്കാളും ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ ഉറക്കമൊഴിച്ച് ചെയ്ത ജോലിയിൽ നിന്നും കിട്ടിയ പൈസ നിനക്ക് തന്നു. നിന്റെ പെറ്റ തള്ള ഇട്ടിട്ട് പോയത് മുതലുള്ള കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലത്തെ വീട്ടിൽ ചെറുപ്പത്തിൽ നീ അനുഭവിച്ച കാര്യങ്ങൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടൂ. ക്യാൻസർ രോഗവുമായിട്ട് ഞാൻ മല്ലിടുകയാണ്. ഋതപ്പന് വേണ്ടിയിട്ട് എനിക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടൂ കിച്ചു. നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങളുണ്ട്. ഭാവിയെ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെ കൊണ്ട് പറയിപ്പിക്കരുത്. എൻ്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഞാൻ സബ്സ്ക്രിപ്ഷനല്ലേ തുടങ്ങിയിട്ടുള്ളൂ. 1 വർഷമല്ലേ ആയിട്ടുള്ളൂ സ്വന്തം കാലിൽ നിൽക്കാൻ നീ തുടങ്ങിയിട്ട്. അതിനു മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചില പോലീസ് സ്റ്റേഷനുകളിൽ രാഹുൽദാസിനെ കുറിച്ച് തിരക്കി നോക്ക്. എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത്. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ല. നിന്റെ കാല് പിടിച്ച് പറയുക, എന്നെ ഉപദ്രവിക്കരുത്. എനിക്കിതിൽ നിന്നും എഴുന്നേറ്റ് വന്നേ പറ്റൂ. ഞാൻ നിനക്ക് പൈസ തന്നിട്ടേ ഉള്ളൂ, കണക്ക് പറയുന്നതേ അല്ല. മോൻ്റെ പല ചാറ്റുകളും സംസാരങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. സുധിചേട്ടൻ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ നിനക്ക് ആരുമില്ലായിരുന്നു. ആപത്ത് ഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. ഓരോ ആവശ്യത്തിനും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയത് ഞാനായിരുന്നു. രാഹുൽദാസിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇത്. ഇനി എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത് കിച്ചു. എനിക്കിനി വയ്യ. കിച്ചു എന്നെ വന്ന് കാണണ്ട. ആരുടെയും വിഷമം തീർക്കാൻ വന്ന് കാണണ്ട. ഇന്ന് വരെ കാണുകയോ വിളിക്കുകയോ മിണ്ടുകയോ ചെയ്തില്ലല്ലോ. വേണ്ട, ഇനി അത് വേണ്ട. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താൽ പോലും എൻ്റെ ശവം വന്ന് നീ കാണരുത്. റീത്ത് പോലും ആരും വെക്കേണ്ട. എന്നെ വെറുതെ വിട്ടേക്കെന്നായിരുന്നു രേണു പറഞ്ഞത്. കൊല്ലം സുധിയുടെ വിയോഗത്തിന് ശേഷം കുടുംബത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും നിലനിന്നിരുന്നുവെങ്കിലും അത് ഇത്രത്തോളം പരസ്യമായ ഒരു പോരിലേക്ക് നീങ്ങുന്നത് ഇതാദ്യമായാണ്. കിച്ചുവിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ രേണുവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു കടുത്ത പ്രതികരണവും വെളിപ്പെടുത്തലുകളും വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പക്ഷത്തും പിന്തുണയേറുകയാണ്. ഈ വിഷമവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും അനുകൂലമായും പ്രതികൂലമായും നിരവധി ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം കീമോയ്ക്ക് ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രേണു പറഞ്ഞിരുന്നു. ക്ഷീണവും തളർച്ചയും മൂലം ഐസിയുവിലായിരുന്ന രേണു കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത്. രോഗമുക്തി നേടിയാൽ തനിക്ക് സുശേഷകയായി പോകാനാണ് ആഗ്രഹമെന്നും രേണു രോഗ കിടക്കയിൽ കിടന്ന് പറയുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു.
എന്നാൽ അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രേണുസുധിയെ നീചമായ കമന്റുകളിലൂടെ കടന്നാക്രമിക്കുന്നവർക്കെതിരെ പ്രതികരണവുമായി സീരിയൽ താരം സരിത ബാലകൃഷ്ണൻ രംഗത്തെത്തിയതും ചർച്ചയായി മാറിയിരുന്നു. ഒരു രോഗം വന്നാൽ അത് എങ്ങനെ ഒരു വ്യക്തിയുടെ പഴയ ജീവിതത്തിൽ ബാക്കി പത്രവും ദൈവം കൊടുത്ത ശിക്ഷയുമാകുമെന്ന് സരിത ചോദിക്കുന്നു. രേണുവിന് അസുഖം വന്നതിൽ ഉള്ളിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നും താരം കുറിച്ചു. രേണുസുധിയുടെ ക്യാൻസറിനേക്കാൾ മാരകമായ കമന്റുകൾക്കെതിരെ ഉള്ള പോരാട്ടം. സോഷ്യൽ മീഡിയയിൽ ഒരു തരം പുതിയ സദാചാര ടീം ജനിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ അത് അവരുടെ പഴയ ജീവിതത്തിന്റെ ബാക്കി പത്രമാണെന്നും ദൈവം കൊടുത്ത ശിക്ഷയാണെന്നും വിധിയെഴുതുന്ന വിദ്വാൻമാർ. രേണുസുധിയുടെ കാര്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മറ്റൊന്നുമല്ല. രേണുവിന്റെ രോഗവിവരത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചില കമന്റ് ബോക്സുകളിൽ കണ്ട പ്രധാന വാദം ഇതായിരുന്നു: അവൾ അങ്ങനെയൊക്കെ നടന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ ക്യാൻസർ എന്നായിരുന്നു. എന്തൊരു വിരോധാഭാസമാണത്! ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെയോ ജീവിതശൈലിയോ സൗഹൃദങ്ങളെയോ മുൻനിർത്തി ഒരാളുടെ വേദനയെ ദൈവിക ശിക്ഷയെന്ന് വിളിക്കാൻ ഇവർക്ക് എന്താണ് അധികാരം? ക്യാൻസർ എന്നത് കോശങ്ങളുടെ ക്രമരഹിതമായ വളർച്ചയാണോ, അതോ ഇക്കൂട്ടർ പറയുന്നത് പോലെ ദൈവം നടത്തുന്ന ശിക്ഷാ നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഇവരുടെ ബുദ്ധിയിൽ ഇക്കൂട്ടർ മെഡിക്കൽ സയൻസിനേക്കാളും വലിയ ദൈവിക ഇടപെടൽ വിദഗ്ധരാണെന്ന് തോന്നിപ്പോകും. രേണുസുധി എന്ന സ്ത്രീ തന്റെ രോഗാവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവിടുത്തെ സെൽഫ് അപ്പോയിന്റഡ് ജഡ്ജിമാരുടെ വിധി പ്രഖ്യാപനം. ക്യാൻസർ വന്നാൽ ഒരു മനുഷ്യൻ എപ്പോഴും കറുത്ത വസ്ത്രം ധരിച്ച് തലയിൽ തുണി കെട്ടി മരുന്നിന്റെ ഗന്ധവും പേറി മൂലക്കിരുന്ന് കരയണമെന്നാണ് ഇക്കൂട്ടരുടെ അലിഖിത നിയമം. അല്ലാതെ ഒന്ന് മേക്കപ്പിട്ട് മുടിവെട്ടി ജീവിതത്തിലേക്ക് തിരികെ വരാൻ റീൽസ് ചെയ്താലോ ഉടനെ വരും വിധി ഇതൊരു നാടകമാണ്, ഇവർക്ക് ക്യാൻസർ ഒന്നുമില്ല, വെറും ഷോയാണ് എന്നൊക്കെ വേദനയുടെ അളവുകോലുകൾ ഇവർ കമന്റ് ബോക്സിൽ നിർവചിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും ഭയാനകമായ കാര്യം, രേണുവിനെ പോലൊരു സ്ത്രീക്ക് അസുഖം വന്നതിൽ ഉള്ളിൽ വെച്ച് സന്തോഷിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലുണ്ട് എന്നതാണ്. ഒരാളുടെ വേദന കണ്ട് ആനന്ദിക്കുന്ന വേദനയിൽ തങ്ങളുടെ പക തീർക്കുന്ന ഈ ഡിജിറ്റൽ സാഡിസ്റ്റുകൾ ശരിക്കും ആരാണ്? മരുന്നിന് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ശരീരത്തിലെ വേദനയിൽ പുളയുമ്പോഴും അതിനെക്കുറിച്ച് പരിഹസിക്കുന്നവർക്ക് മനുഷ്യത്വത്തിന്റെ കണിക പോലും ബാക്കിയുണ്ടോ? മറ്റൊരാളുടെ ദുരന്തത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നത് ശാരീരികമായ അസുഖത്തെക്കാൾ വലിയൊരു മാനസിക വൈകല്യമാണ്. ഇതൊക്കെ വരുമ്പോൾ പഠിക്കും, ഇതൊക്കെ വേണം എന്നൊക്കെ കമന്റ് ഇടുന്നവരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ഈ വാക്ഷരങ്ങൾ ഒരാളുടെ വേദന കുറയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളിലെ വികൃതമായ മനസ്സിനെയാണ് അത് തുറന്നു കാട്ടുന്നത്. ക്യാൻസറിനേക്കാൾ മാരകമാണ് ഇത്തരം മനുഷ്യരുടെ ഈ വിഷം വമിക്കുന്ന മനോഭാവം. ഒരു സ്ത്രീക്ക് അസുഖം വന്നപ്പോൾ അത് ആഘോഷമാക്കുന്നവർ നാളെ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇതേ അവസ്ഥ വന്നാൽ നിങ്ങൾ അപ്പോഴും ദൈവിക ശിക്ഷ എന്ന് പറയുമോ? രേണുസുധി എന്ന സ്ത്രീ തന്റെ അസുഖത്തെ പൊരുതി തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സൈബർ അരാജകവാദികൾ ചെയ്യുന്നത് മറ്റൊരാളുടെ വേദനയെ നോക്കി ചിരിക്കുന്ന പൈശാചിക വിനോദമാണ്. നിങ്ങൾക്ക് സഹായം നൽകാൻ പറ്റില്ലെങ്കിൽ വേണ്ട, മിണ്ടാതിരിക്കുക. കാരണം നിങ്ങളുടെ ഈ വിധി പ്രസ്താവനകളും സന്തോഷങ്ങളും രോഗിയുടെ ശരീരത്തെക്കാൾ വലിയൊരു വ്രണമാണ് ഈ സമൂഹത്തിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സിൽ ഈ സദാചാര ശിക്ഷാവിധി കർത്താക്കൾക്ക് ഒരേ ഒരു ഉപദേശം: അവരന്റെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിനകത്തെ ക്യാൻസറിനെ ഒന്ന് ചികിത്സിക്കാൻ നോക്കൂ. അത് ചിലപ്പോൾ ക്യാൻസറിനേക്കാൾ വേഗത്തിൽ നിങ്ങളെ നശിപ്പിച്ചു കളയും. നമുക്ക് രേണുസുധിക്ക് പിന്തുണ നൽകാം, അവരെ ഈ കടുപ്പമേറിയ യുദ്ധത്തിൽ വിജയിക്കാൻ സഹായിക്കാം. രേണുസുധി വീണ്ടും ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് തിരിച്ചു വരുമെന്ന് സരിത ബാലകൃഷ്ണൻ കുറിച്ചു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.